എവറസ്റ്റ് ബേസ് ക്യാമ്പ് കൂടി കയറിയിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്താലോ എന്നുള്ളൊരു തോട്ട് വന്നത്. അങ്ങനെയാണ് ഞാൻ വീണ്ടും ബാഗൊക്കെ എടുത്തിറങ്ങിയത്. അവിടെ എത്തുമെന്ന് അറിയില്ല, ജസ്റ്റ് ഒരു ട്രൈ മാത്രമാണ്. കാരണം എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. യാത്രകൾ എന്നത് എന്നും മനോഹരമാണ്. ഓരോ യാത്രയും അത്രമേൽ മനോഹരമാവുന്നത് അത്രമേൽ പ്രിയപ്പെട്ട ഇടങ്ങളിലേക്ക് വ്യത്യസ്തമായി യാത്ര ചെയ്യുമ്പോഴാണ്. സമൂഹ മാധ്യമങ്ങളുടെ താരമായ സൈക്കിളിൽ നേപ്പാൾ യാത്ര തുടരുന്ന കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശി സനീതാണ് ഇന്ന് ചാനൽ 10 പ്രേക്ഷകരോട് മനസ്സ് തുറക്കുന്നത്. എന്തായാലും ഓരോ യാത്രയും അത്രമേൽ വ്യത്യസ്തമാകുന്നത് വളരെ വ്യത്യസ്തമായി സഞ്ചരിച്ച് വ്യത്യസ്തമായി യാത്ര ചെയ്യുമ്പോഴാണല്ലോ. എങ്ങനെയാണ് ഇത്തരം ഒരു വ്യത്യസ്തത ഈ ഒരു യാത്രയിൽ തിരഞ്ഞെടുത്തത്? ആക്ച്വലി ഞാനൊരു പ്രൊഫഷണൽ ബൈക്ക് സ്റ്റണ്ടറാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് ഞാൻ ഈ സൈക്കിൾ സ്റ്റണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആദ്യം ഓൾ ഇന്ത്യ പോകാന്നുള്ളത്. അപ്പോൾ ഈ ഓൾ ഇന്ത്യ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് മുമ്പ് ഓൾ കേരള അടിച്ച് നോക്കി. അപ്പം എന്നെ കൊണ്ട് അത് പോകാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് വന്നു. അങ്ങനെ ഞാൻ ഓൾ ഇന്ത്യ കംപ്ലീറ്റ് ചെയ്തു. പിന്നെയാണ് ഇപ്പം ഓൾ ഇന്ത്യ കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം 2 വർഷത്തോളം ഞാൻ ഗ്യാപ്പ് എടുത്തു. പിന്നെയാണ് എനിക്കിങ്ങനെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് കൂടി കയറിയിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്താലോ എന്നുള്ളൊരു തോട്ട് വന്നത്. അങ്ങനെയാണ് ഞാൻ വീണ്ടും ബാഗൊക്കെ എടുത്തിറങ്ങിയത്. അവിടെ എത്തുമെന്ന് അറിയില്ല, ജസ്റ്റ് ഒരു ട്രൈ മാത്രമാണ്. കാരണം എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സാഹസിക യാത്ര എന്നാണ് തുടങ്ങിയത്? എന്ന് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഈ കഴിഞ്ഞ 15-ാം തീയതി ആയിരുന്നു എൻ്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. വെള്ളിയാഴ്ച ഒരു 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 1 ഇയർ കൊണ്ട് കംപ്ലീറ്റ് ആക്കണം എന്നാണ്. എന്നെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല. ഇപ്പൊ തന്നെ 1-2 ഇഞ്ചറീസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ ട്രൈ ചെയ്യും. എന്തായാലും ഒരു 1 ഇയറിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആക്കണം എന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും കൃത്യമായിട്ടുള്ള സപ്പോർട്ട് വളരെ നിർബന്ധമാണല്ലോ. എങ്ങനെയാണ് കുടുംബവും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ താങ്കൾക്ക് ഈ ഒരു യാത്രയ്ക്ക് നൽകുന്ന പിന്തുണ? ആക്ച്വലി എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ സപ്പോർട്ടോ കാര്യങ്ങളും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതൊരു ബാഡ് മീൻസ് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൊരു പേടി ഉണ്ടാവാം. പിന്നെ ചങ്ങായിമാരൊക്കെ അത്യാവശ്യം എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നാട്ടിലെ കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ വേറെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാണുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇപ്പം ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് വരുന്ന വഴിയിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അത് ഒരുപാട് ആൾക്കാർ എനിക്ക് പേര് പോലും അറിയാണ്ട് തന്നെ മോനെ എന്നൊക്കെ വന്ന് വിളിച്ച്, അപ്പോൾ അതൊക്കെ എനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം പോലെ ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ നേടിയ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞ ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് ഈ റൈഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇനിയും കീപ്പ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു യാത്രയെ കുറിച്ച് പ്രേക്ഷകർക്ക് എപ്പോഴും ഒരു കൗതുകം ഉണ്ടാവും. എങ്ങനെയാണ് ഈ യാത്രയുടെ അപ്ഡേഷൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്? അത് ഞാൻ ആക്ച്വലി എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ സനീത് DPZ എന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഡെയിലി ഒരു വ്ളോഗ്സ് പോലെ ഞാൻ അങ്ങനെ ഇടലുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറീസ് ഇടലുണ്ട്. പിന്നെ യൂട്യൂബ് ഞാൻ അങ്ങനെ ചെയ്യലില്ല, കുറവാണ്. ചെയ്ത് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടൂല. കാരണം നമ്മൾ സൈക്കിൾ ഓടിച്ച് വരുന്ന സമയത്ത് ഏകദേശം ഒരു 5 മണി 6 മണിയാകുമ്പോൾ തന്നെ കിടക്കാനുള്ള സ്ഥലം നോക്കും. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് കറക്റ്റ് 6 മണിക്ക് കിടക്കാൻ പറ്റില്ല. ചില ദിവസങ്ങളിൽ മാത്രമേ 6 മണിക്ക് കിടക്കാൻ പറ്റൂ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല. പിന്നെന്ന് വെച്ചാൽ പരമാവധി ഞാനെല്ലാം അപ്പം അപ്ഡേറ്റ് ചെയ്യാൻ നോക്കലുണ്ട്. ഇപ്പം തന്നെ എൻ്റെ കാലിനൊരു ഇഞ്ചുറി പറ്റിയിട്ട് ഞാനത് പെട്ടെന്ന് തന്നെ ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ഫോണിലൊക്കെ വിളിച്ചിട്ട് ആൾക്കാർ എന്താ പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്നെ ടേക്ക് കെയർ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുള്ള എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ഒരു യാത്രയിൽ. നമ്മൾ ഏതൊരു കാര്യത്തിലാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും, അതോടൊപ്പം തന്നെ വിമർശിക്കുന്ന ആളുകളും ഉണ്ടാവും. പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ കൂടുതലായും നിങ്ങളെ വിമർശിക്കുന്ന കമന്റ്സ് ആണ് കൂടുതലായി കാണാൻ സാധിക്കുന്നത്. അത്തരം കമന്റുകളോട് എങ്ങനെയാണ് പ്രതികരണം? ഇല്ല, ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കേട്ടത് എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും ഞാൻ എൻ്റെ വീട്ടുകാരെ ബോധിപ്പിച്ചു എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്ത് കാണിക്കാൻ പറ്റുന്നുള്ളത്. അതുപോലെ എല്ലാവരെയും നമ്മളത് ബോധിപ്പിക്കണം എന്നൊരു ആവശ്യമില്ല. നമുക്ക് താല്പര്യമുള്ള ആൾക്കാരെ ഞാൻ ബോധിപ്പിച്ച് കഴിഞ്ഞു ഓൾറെഡി. എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാൻ പോയ സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ട്. എന്നോട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ഇങ്ങനെ പോകുന്നത് വെച്ചിട്ടുണ്ട്. അതേ ആൾക്കാർ തന്നെ ഞാൻ വാഗാ ബോർഡറിൽ പെർഫോം ചെയ്ത സമയത്ത് ആസ് എ മദർ, ആസ് എ ഫാദർ, എൻ്റെ പാരൻസ് എന്നെ ഭയങ്കര പ്രൗഡായിട്ടുണ്ട്. കാരണം ആ ഒരു മൊമെന്റ് ഒരു മലയാളിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതെനിക്ക് കിട്ടിയത് എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടാണ്. പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനകളുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഞാൻ അന്ന് പോയതും ഇന്ന് പോയതും ഒരേ മെസ്സേജിലാണ്, സേ നോ ടു ഡ്രഗ്സ് എന്ന ഒരു ആശയത്തിൽ. ഒരുപാട് ആൾക്കാരുടെ ചിന്താഗതി എന്ന് വെച്ചാൽ ഈ സ്റ്റണ്ട് കളിക്കുന്ന ആൾക്കാരൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ എനിക്ക് കാണിക്കണം, അതായത് നമുക്ക് ലഹരി എന്ന് പറയുന്നത് ഒരിക്കലും ഡ്രഗ്സ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ലഹരി എന്ന് പറയുന്നത് യാത്രയാണ്, അതും സ്റ്റണ്ട്. എൻ്റെ പാഷനും പ്രൊഫഷനും കൂടി ഒന്നാക്കാന്നുള്ളതിലാണ് ഞാൻ ഇങ്ങനെ ഒരു റൈഡ് ചൂസ് ചെയ്തത്. പിന്നെ
അതുപോലെ തന്നെ ഇപ്പൊ ഈ റൈഡിൽ ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ ഒരു ബാക്കപ്പ് സപ്പോർട്ട് ടീം ഉണ്ട്, ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ട്, ഔട്ട് ബൈ കീർത്തി എന്ന് പറയുമ്പോൾ. അപ്പം അവരുണ്ട് എന്നെ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല മനുഷ്യരുണ്ട്, അവരെല്ലാം സപ്പോർട്ടും പ്രാർത്ഥനയും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഹെൽപ്പ്. ഈ വരുന്ന വഴിയിൽ തന്നെ ഞാൻ ഡെയിലി എൻ്റെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യലുണ്ട്. ഒരുപാട് ആൾക്കാർ എന്നെ കാണുമ്പോൾ വെള്ളം കുടിച്ചു, ചായ വീണോ അല്ലെ ചായ കുടിക്കുന്നോ, എന്നെ കൂട്ടി പോവാ, വെള്ളം മേടിച്ചു തരാം. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു മലയാളി നിലയിലും അതുപോലെ തന്നെ ഒരു മനുഷ്യൻ നിലയിലും എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ കൂടുതൽ ആളുകളും ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്, എങ്കിലും വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രം യാത്ര ചെയ്യുന്നവരാണ്. ഇത്രയും ദൈർഘ്യമുള്ള യാത്രകൾ നടത്തിയ മറ്റാരെങ്കിലും ഉണ്ടോ? ദൈർഘ്യമുള്ള യാത്ര നടത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഏകദേശം 2 വർഷം കഴിഞ്ഞ് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് യാത്ര ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഫ്രണ്ട് ടയറില്ലാതെ പോയത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഒരാൾ ഇത്ര ദൂരം. ഞാൻ അന്വേഷിച്ച് നോക്കി, ഗൂഗിളിൽ വെച്ചുള്ള അറിവേ നമുക്കുള്ളൂ. അപ്പോൾ അന്വേഷിച്ച് നോക്കിയ സമയത്ത് ഇതിനു മുമ്പ് ഒരാൾ പോയിട്ടുള്ളത് ഏറ്റവും ലോങ്ങസ്റ്റ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വെറും 100-500 അത്രേ ഉള്ളൂ. അപ്പോൾ അത് പറയുന്നത് ഞാനിപ്പോൾ ടോട്ടൽ ജേണി ഏകദേശം 7000+ കിലോമീറ്റേഴ്സ് ഞാൻ ഫ്രണ്ട് ടയറില്ലാതെ പോയി കഴിഞ്ഞു. അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ ഉംലിംഗ്ല പാസിൽ ഫ്രണ്ട് ടയറില്ലാതെ സൈക്കിൾ ഓടിക്കുന്നത്. വേൾഡ് ഹയസ്റ്റ് മോട്ടോബിൾ റോഡാണ് ഉംലിംഗ്ല പാസ്. അതുപോലെ തന്നെ കർദുംഗ്ല പാസിലും ഫ്രണ്ട് ടയറില്ലാതെ ഓടിക്കുകയും ചെയ്തു, അതുപോലെ അത് ഇറക്കുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ് ഞാൻ എങ്ങനെ കുന്ന് കയറും കുന്ന് ഇറങ്ങും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരുടെ മുമ്പിൽ അങ്ങനത്തെ ഒരു എഫേർട്ട് എടുത്തത്. കാരണം ആൾക്കാർക്ക് പിന്നെ ഒരു ചോദ്യം ഉണ്ടാവില്ല, എങ്ങനെ ഞാൻ കുന്ന് കയറും കുന്ന് ഇറങ്ങും എന്നുള്ളത്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോബിൾ റോഡ് ഞാൻ കയറുകയും ചെയ്തു, ഇറങ്ങുകയും ചെയ്തു. അതുപോലെ തന്നെ ഇപ്പൊ താമരശ്ശേരി ചുരം അത് ഞാൻ മൊത്തത്തിൽ ചവിട്ടിക്കയറ്റിയാണ്. അപ്പം ഇതൊക്കെ വെച്ചാൽ എനിക്ക് നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു സമ്പത്തായിരിക്കും ഞാനിങ്ങനെ പോയിട്ടുണ്ട് അല്ലെ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ഇപ്പം ചെയ്തു കൂട്ടുന്നത്. യാത്രകൾ എന്നത് എന്നും വളരെ വ്യത്യസ്തമാണ്. ജീവിതയാത്രയോടൊപ്പം വ്യത്യസ്തമായ നേപ്പാൾ യാത്രയുമായി ഈ യുവാവ് അദ്ദേഹത്തിന്റെ ജീവിതയാത്ര തുടരുകയാണ്. ഇനിയും മികച്ച രീതിയിൽ ഒരുപാട് യാത്രകൾ നടത്താൻ ഇദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. അദ്ദേഹത്തിന്റെ യാത്രാ തിരക്കുകൾക്കിടയിൽ അല്പസമയം പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. മഞ്ചേരി ഫെസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ക്വാളിറ്റിയിൽ വിലക്കുറവിന്റെ വിപ്ലവം. ഇപ്പോൾ വാങ്ങിയാൽ 3 ഇരട്ടി വാങ്ങാം. വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ മഞ്ചേരിയിലും. ബിഗ് ഡ്രം 99 രൂപ മാത്രം. എക്സിക്യൂട്ടീവ് ചെയർ 179 രൂപ മാത്രം. സ്റ്റീൽ ഇന്നർ ലിഡ് കാസറോൾ 199 രൂപ മാത്രം. സ്റ്റൂൾ 79 രൂപയ്ക്ക്. ബിഗ് ഫസ്റ്റ് ക്വാളിറ്റി ബക്കറ്റ് 3 എണ്ണം 199 രൂപയ്ക്ക്. ഷൂറാക്ക് 149 രൂപയ്ക്ക്. മഗ് 3 എണ്ണം 49 രൂപയ്ക്ക്. ഈ മേള ചുരുങ്ങിയ ദിവസത്തേക്ക് മാത്രം. ഏവരെയും 199 രൂപയുടെ മഹാത്ഭുതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം. മഞ്ചേരി ഫെസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, അറേബ്യൻ മാൾ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.